IT ഇൻഡസ്ട്രിയിൽ ഇന്ന് ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്ന ഒരു ടെർമിനോളജിയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഒക്കെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിനെ പറ്റി അന്വേഷിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. IT ഇൻഡസ്ട്രിയിൽ ഒരുപാട് അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിൽ തന്നെ പല പല കോമ്പിനേഷൻസ് ഉണ്ട്. അതിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കോമ്പിനേഷനാണ് മീൻ സ്റ്റാക്ക് എന്ന് പറയുന്നത്. മീൻ സ്റ്റാക്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. മീൻ സ്റ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ വളരെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് എന്ന് കരുതരുത്. ഒരിക്കലും അങ്ങനെയല്ല. വളരെ പെരിഫറൽ ആയിട്ട്, വളരെ ബേസിക് ആയിട്ട്, വളരെ ലളിതമായിട്ട് മീൻ സ്റ്റാക്ക് എന്താണെന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻ. ആദ്യം ഈ മെയിൻ സ്റ്റാക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. മീൻ എന്ന് പറഞ്ഞാൽ MEAN ആണ് മീൻ. ഈ മീൻ എന്ന് പറഞ്ഞ ഒരു ഫുൾ സ്റ്റാക്ക് കോമ്പിനേഷൻ ആണ്. അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വീഡിയോയുടെ വരും മിനിറ്റ്സുകളിൽ പറയാം. അപ്പൊ നമുക്ക് ആദ്യം ഈ മീൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. മീൻ സ്റ്റാക്കിലെ M സ്റ്റാൻഡ്സ് ഫോർ മോംഗോ. M സ്റ്റാൻഡ് ഫോർ മോംഗോ, E സ്റ്റാൻഡ്സ് ഫോർ എക്സ്പ്രസ്, A സ്റ്റാൻഡ്സ് ഫോർ ആംഗുലർ ആൻഡ് N സ്റ്റാൻഡ്സ് ഫോർ നോഡ്. ഇപ്പോൾ ഇതൊക്കെ കേട്ട് ഇതൊക്കെ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കുകയൊന്നും വേണ്ട. തൽക്കാലം ഈ പേരുകൾ മാത്രം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും എടുത്ത് എന്തൊക്കെയാണ് ഈ ഓരോ കമ്പോണൻസ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് ആലോചിക്കാം. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ, അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിൽ പ്രധാനമായിട്ടും 2-3 സ്റ്റെപ്പുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അതായത് SDLC എന്ന് പറയും, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയും. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രക്രിയയിൽ പ്രധാനമായിട്ടും 2-3 പ്രോസസ്സുകൾ ഇൻവോൾവ് ആണ്. അതിലെ പ്രധാനപ്പെട്ട 2 പ്രോസസ്സുകളാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റും ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിനെ നമ്മൾ യൂസർ സൈഡ് ഡെവലപ്മെന്റ് എന്നും ബാക്ക് എൻഡ് ഡെവലപ്മെന്റിനെ നമ്മൾ സെർവർ സൈഡ് ഡെവലപ്മെന്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സിനെ, എഞ്ചിനീയേഴ്സിനെ നമ്മൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് എന്നും, ബാക്ക് എൻഡ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സിനെ അല്ലെ എഞ്ചിനീയേഴ്സിനെ നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് എന്ന് വിളിക്കും. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലയന്റ് സൈഡ് ഡെവലപ്മെന്റ് എന്നും ക്ലയന്റ് സൈഡ് എന്നുള്ള പേരുമുണ്ട്. അതോടൊപ്പം തന്നെ ബാക്ക് എൻഡ് ഡെവലപ്മെന്റിന് സെർവർ സൈഡ് എന്നുള്ള പേരുമുണ്ട്. ഇനി നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് വളരെ ക്വിക്കായിട്ട് നോക്കാം. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂസർ സൈഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പേരിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ നിങ്ങൾ സങ്കല്പിക്കുക. അതായത് ഇപ്പോൾ ഒരു നമ്മുടെ വെബ് ബ്രൗസറിലൂടെ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഏതൊരു വെബ്സൈറ്റും ആയിക്കോട്ടെ, ഈ വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ ഈ വെബ് ആപ്ലിക്കേഷന്റെ ഒരു യൂസർ അല്ലെങ്കിൽ ഒരു ക്ലയന്റ് ആയിട്ടുള്ള നമ്മൾ കാണുന്ന ഈ ഭാഗത്തിനെ നമുക്ക് ഫ്രണ്ട് എൻഡ് സൈഡിൽ നിന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്ലയന്റ് സൈഡിൽ നിന്ന് വിളിക്കാം. ഞാൻ വളരെ ലളിതമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ടെക്നിക്കൽ ജാർഗൻസ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. വളരെ ലളിതമായിട്ട് പറഞ്ഞത് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയെ ഫ്രണ്ട് എൻഡ് സൈഡിൽ നിന്ന് വിളിക്കാം. ഇത് ഡെവലപ്പ് ചെയ്യാൻ, അതായത് ഒരു വെബ് ആപ്ലിക്കേഷന്റെ ഫ്രണ്ട് എൻഡ് സൈഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ടെക്നോളജികളും ടൂളുകളും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ HTML, CSS, JavaScript മുതലായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ ഉപയോഗിക്കുന്നത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഡീഷനാണ് ആംഗുലർ എന്ന് പറയുന്നത്. ആംഗുലറും റിയാക്ട് മുതലായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലെ ഫ്രെയിംവർക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ബാക്ക് എൻഡ് ഡെവലപ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു വെബ് ആപ്ലിക്കേഷന്റെ ഫംഗ്ഷനാലിറ്റീസ് ആണ്. ആ വെബ് ആപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് ഫംഗ്ഷനാലിറ്റികൾ ഉണ്ടാവേണ്ടത്, എന്താണ് ആ ആപ്ലിക്കേഷന്റെ ലോജിക് എന്താണ് മുതലായ ഒരു യൂസർ കാണാത്ത അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തനങ്ങളെയാണ് നമുക്ക് ബാക്ക് എൻഡ് സൈഡിൽ നിന്ന് വിളിക്കാൻ പറ്റുന്നത്. അവിടെ ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ജാവ അല്ലെങ്കിൽ പൈത്തൺ, PHP മുതലായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെയാണ് ബാക്ക് എൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ആക്ച്വലി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിട്ടുള്ള JavaScript അല്ലെങ്കിൽ HTML, CSS അല്ലെങ്കിൽ ആംഗുലർ, റിയാക്ട് അതൊക്കെ അറിയാം. ഇതിലേതെങ്കിലും ഒരെണ്ണം അറിയാമെന്ന് കരുതുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് സൈഡിലെ ഇപ്പോൾ ജാവ അല്ലെങ്കിൽ പൈത്തൺ അല്ലെങ്കിൽ PHP മുതലായ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാമെന്ന് കരുതുക. ഇത് രണ്ടും ഈക്വലി അറിയാവുന്ന ഒരാളെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പല പല കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട് എൻഡിലെ എല്ലാ ടെക്നോളജികളും അറിയണമെന്നില്ല. നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ JavaScript അറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ആംഗുലർ അറിഞ്ഞിരിക്കാം, ബാക്ക് എൻഡിൽ നിങ്ങൾക്ക് പൈത്തൺ അറിഞ്ഞിരിക്കാം, അല്ല. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് കോമ്പിനേഷനായി. ഇതുപോലെ ഉള്ള ഒരു ഫുൾ സ്റ്റാക്ക് കോമ്പിനേഷനാണ് ഈ 2
സൈഡുകളുടെയും ഫ്രണ്ട് എൻഡിന്റെയും ബാക്ക് എൻഡിന്റെയും ആ രണ്ട് സൈഡുകളുടെയും ഒരു കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഫുൾ സ്റ്റാക്ക് എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത് മീൻ സ്റ്റാക്ക് എന്ന് പറയുന്നത്. മീൻ സ്റ്റാക്ക്. ഇനി നമ്മൾ നേരത്തെ സംസാരിച്ചു തുടങ്ങിയ ആ ഭാഗത്തിലേക്ക് വരാം. മീൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിരുന്നു. എം സ്റ്റാൻഡ്സ് ഫോർ മോങ്കോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇനി നമുക്ക് ഓരോരോ കമ്പോണൻസ് എടുത്ത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് മോങ്കോ ആണ്. മോങ്കോ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസ് ആണ്. നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ എക്കോസിസ്റ്റത്തിനും ഒരു ഡേറ്റാബേസ് മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഡേറ്റാബേസുകൾ ഒരുപാട് ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ MySQL, MSSQL എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെയുള്ള ഒരു ഡേറ്റാബേസ് ആണ് മോങ്കോ. പക്ഷേ MySQL പോലത്തെ ഒരു SQL ഡേറ്റാബേസ് അല്ല. മോങ്കോ ആക്ച്വലി ഒരു നോ SQL ഡേറ്റാബേസ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ആക്ച്വലി ഓപ്പൺ സോഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഫ്രീയും ആണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് കമ്പനീസ് അവരുടെ വെബ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് MongoDB ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ഡാറ്റ പോലത്തെയുള്ള പ്രൊജക്ടുകളിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഡേറ്റാബേസ് ആണ് മോങ്കോ എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ SAP പോലത്തെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലത്തെ അല്ലെങ്കിൽ അത്തരം വലിയ വലിയ കമ്പനീസ് ഒക്കെ അവരുടെ പല പ്രൊജക്ടുകളിലേക്കും ഇപ്പോൾ MongoDB യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ നമ്മൾ മീൻ സ്റ്റാക്കിലെ ഫസ്റ്റ് കമ്പോണന്റ് ഇപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ടുള്ള മോങ്കോ. സോ M സ്റ്റാൻഡ്സ് ഫോർ മോങ്കോ. രണ്ടാമത്തെ കമ്പോണന്റ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണന്റുകളിൽ ഒന്നായിട്ടുള്ള എക്സ്പ്രസ് ആണ്. എക്സ്പ്രസ് എന്ന് പറയുന്നത് Node.js എന്ന് പറയുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണെന്ന് മനസ്സിലാക്കുക. അതിനെപ്പറ്റി ഇപ്പൊ കാട് കയറി ചിന്തിക്കേണ്ട. ഇത്ര ഓർക്കുക, ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള കുറെ ഫ്രെയിംവർക്കുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പൈത്തണിന്റെ ഒരു ഫ്രെയിംവർക്കാണ് ജാങ്കോ എന്ന് പറയുന്നത്. പൈത്തണിലുള്ള ഒരു ഫ്രെയിംവർക്കാണ് ജാങ്കോ. അതുപോലെ തന്നെ പൈത്തണിലുള്ള മറ്റൊരു ഫ്രെയിംവർക്കാണ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. PHPയുടെ ഒരു ഫ്രെയിംവർക്കാണ് കോഡിഗ്നേറ്റർ അല്ലെങ്കിൽ ലാറാവെൽ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ Node.js എന്ന് പറയുന്ന ഒരു ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ അതിന്റെ ഒരു ഫ്രെയിംവർക്കാണ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയിംവർക്ക്. അപ്പോൾ ഇതാണ് മീൻ സ്റ്റാക്കിലെ സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. അതും ആക്ച്വലി ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. ഈ എക്സ്പ്രസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കത് സെറ്റപ്പ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ സാധിക്കുന്നുള്ളതാണ്. ഈ API ക്രിയേഷനൊക്കെ വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്കാണ് എക്സ്പ്രസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. Accenture പോലത്തെ കമ്പനീസ് അല്ലെങ്കിൽ മിന്ത്ര പോലത്തെ കമ്പനീസ് ഒക്കെ എക്സ്പ്രസ് ഫ്രെയിംവർക്ക് വളരെ ആക്റ്റീവായിട്ട് അവരുടെ പല പ്രൊജക്ടുകളിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മീൻ സ്റ്റാക്കിലെ രണ്ടാമത്തെ കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത് എക്സ്പ്രസ്. 3 ആണ് ഇതിനകത്ത് ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല ആംഗുലർ ആണ്. ആംഗുലർ ഒരു ഫ്രണ്ട് എൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമുക്ക് പറയാം. ആംഗുലർ എന്ന ഏറ്റവും അധികം സംസാര വിഷയമായിട്ടുള്ള ഒരുപാട് പേര് സംസാരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആംഗുലർ ആക്ച്വലി ഇപ്പോൾ ബാക്കപ്പ് ചെയ്യുന്നത് ഗൂഗിൾ ആണ്. അതായത് അത് ഓർക്കുക, ഗൂഗിളിന്റെ പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന Gmail ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പവർ ചെയ്യുന്നത് ഇപ്പോൾ ആംഗുലർ ആണെന്നുള്ളതാണ് അത് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പോൾ ഗൂഗിൾ ഒരു ടെക്നോളജിയെ ബാക്കപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുള്ളൂ. ഗൂഗിൾ അങ്ങനെ ഒരുപാട് ടെക്നോളജികളൊന്നും ബാക്കപ്പ് ചെയ്യാറില്ല. പക്ഷെ അവർ ബാക്കപ്പ് ചെയ്യുന്ന ടെക്നോളജികൾ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റ് ചെയ്യുന്ന ടെക്നോളജി. അതുകൊണ്ട് തന്നെ ആംഗുലർ ഒരുപാട് IT ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആംഗുലർ സാധാരണ യൂസ് ചെയ്യാറുള്ളത് SPAs ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് SPA എന്ന് പറഞ്ഞാൽ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്ന് പറയും. അത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻഡീഡിൽ നിങ്ങളൊരു ജോബ് സെർച്ച് നടത്താൻ വേണ്ടി കയറിയും സങ്കല്പിക്കുക. നിങ്ങൾ ഇൻഡീഡിൽ നേരെ കയറി, ഇൻഡീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും എന്ന് കരുതുന്നു. ഇൻഡീഡിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ പൈത്തൺ ജോബ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തെന്ന് കരുതുക. അപ്പോൾ കുറേ വേക്കൻസീസ് ലിസ്റ്റ് ചെയ്യും അല്ലേ? ഓരോ വേക്കൻസി ലിസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു വേക്കൻസി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ആ വേക്കൻസിയുടെ വിശദ വിവരങ്ങൾ കാണിക്കും അല്ലെ? അടുത്ത വേക്കൻസിയിലേക്ക് പോകും, അപ്പോഴും റൈറ്റ് സൈഡിൽ വിശദ വിവരങ്ങൾ കാണിക്കും. ഇത് പണ്ടായിരുന്നേ എങ്ങനെയായിരുന്നു? ഒരു വേക്കൻസി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ആയി വന്ന് ആ പുതിയ പേജിലായിരിക്കും ഈ വേക്കൻസി ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടാവുക അല്ലെ? ഇന്ന് ആ കാലം മാറി. ഇന്ത്യയിലൊക്കെ ഇത്തരം പേജുകളെയാണ് SPAs എന്ന് പറയുന്നത്, സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ്. അതായത് ഒരു വേക്കൻസി ഒരു പേജിൽ ഒരുപാട് വേക്കൻസികൾ കാണിക്കുന്നു. ഓരോ വേക്കൻസികളും ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്ക് പോകുന്ന സമയതാമസം ഇല്ലാതെ അല്ലെങ്കിൽ മറ്റൊരു പേജിലേക്ക് പോകേണ്ട റിഫ്രഷിങ് ടൈം ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ആ പേജിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് അതിന്റെ സൈഡിൽ തന്നെ ഡിസ്പ്ലേഡ് ആവും. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഒരു പുതിയ പേജ് ഓപ്പൺ ആയി വരേണ്ട സമയം നമുക്ക് അവിടെ ലാഭിക്കാം. ഒരു പുതിയ പേജ് റിഫ്രഷ് ആയി വരേണ്ട സമയം നമുക്ക് അവിടെ ലാഭിക്കാം.
ഇത്തരം സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഗുലർ ആക്ച്വലി ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഇതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് FAQ പേജുകൾ. നമ്മൾ പല വെബ്സൈറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒരു പേജ് ഉണ്ടായിരിക്കും അല്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്നു, ആ ക്വസ്റ്റ്യനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ റൈറ്റ് സൈഡിൽ വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, റൈറ്റ് സൈഡിൽ ആൻസർ വരും. എന്നാൽ ആ പേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ പേജിന്റെ URL മാറുന്നില്ല, ആ പേജ് റിഫ്രഷ്ഡ് ആവുന്നില്ല. ഇതുവഴി നമുക്ക് ഈ പേജിന്റെ ലോഡിംഗ് ടൈം ഒരുപാട് സേവ് ചെയ്യാനും ആൾക്കാർ പെട്ടെന്ന് ആ പേജുകൾ യൂസ് ചെയ്ത് അവരുടെ ക്വറീസിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഇത്തരം SPS ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ആംഗുലർ ഉപയോഗിക്കുന്നത്. ആംഗുലർ ഞാൻ പറഞ്ഞു ഗൂഗിളാണ് ബാക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിളിന്റെ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ആംഗുലർ ഒന്ന് പവർ ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ പോലത്തുള്ള കമ്പനീസും ആംഗുലർ വളരെ സജീവമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് Node.js എന്ന് പറയുന്നത്. ഈ Node.js ആക്ച്വലി ഒരു റെവല്യൂഷൻ ആയിരുന്നു. അതായത് Node.js ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ സാധാരണ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അതെ, കൂടുതലും ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. എന്നാൽ Node.js നമുക്ക് ബാക്ക് എൻഡ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ റെവല്യൂഷൻ ആയിരുന്നു. അതായത് ഒരു ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജ് ബാക്ക് എൻഡ് പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കുന്നത്, അതായത് ഇപ്പോൾ പൈത്തൺ അല്ലെങ്കിൽ PHP പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്തേക്ക് ഇന്ന് പല കമ്പനീസും Node.js അവരുടെ ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് നോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നോഡ് ആക്ച്വലി ഒരു റെവല്യൂഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു, നെറ്റ്ഫ്ലിക്സ്, ലിങ്ക്ഡിൻ പോലത്തെയുള്ള വലിയ കമ്പനീസ് ഒക്കെ ആക്ച്വലി ഇന്ന് Node.jsനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മീൻ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഈ കമ്പോണൻസ് എല്ലാം അറിയാവുന്ന ഒരാളെ നമുക്ക് മീൻ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ മീൻ സ്റ്റാക്കിന്റെ ഫുൾ സ്റ്റാക്ക് കോമ്പിനേഷൻ ആണ് ഈ ഇപ്പൊ നിങ്ങൾക്ക് മോങ്കോ അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പ്രസ് അറിയാം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആംഗുലർ അറിയാം, നോഡും അറിയാം. ഈ 4 കമ്പോണൻസും ഈക്വലി നിങ്ങൾക്ക് അറിയാം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഈക്വലി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡെഫിനറ്റ്ലി ഒരു മീൻ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് വിളിക്കാം. ഇന്ന് ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് വെബ് ഡെവലപ്മെന്റ് സൈഡിൽ വരുന്ന ടെക്നോളജികളാണ് ഞാൻ ഈ പറഞ്ഞ ഈ ആംഗുലറും നോഡും എക്സ്പ്രസും എല്ലാം. ഒരുപാട് കമ്പനീസ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് കമ്പനീസിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വലിയ കമ്പനീസ്, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പോലത്തെ, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലത്തെ, ഗൂഗിൾ പോലത്തെ, ആപ്പിൾ പോലത്തെ കമ്പനീസ് എല്ലാം അവരുടെ പല ആപ്ലിക്കേഷൻസിലും ഇത്തരം ടെക്നോളജികൾ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയോടുകൂടി തന്നെ ഇത്തരം ടെക്നോളജികളുടെ ഡിമാൻഡും ആവശ്യകതയും ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെ മീൻ സ്റ്റാക്ക് ഡെവലപ്പർ ആയി മാറാം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതെല്ലാം പഠിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. നിങ്ങൾക്ക് ആംഗുലർ പഠിക്കാം, അതിനോടൊപ്പം തന്നെ നോഡ് പഠിക്കാം, എക്സ്പ്രസ് പഠിക്കാം. ഇതെല്ലാം പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അങ്ങനെ തന്നെ വേണമെന്നുമില്ല കേട്ടോ. ഇതിലേതെങ്കിലും ഒരു ടെക്നോളജി നിങ്ങൾ ആദ്യം പഠിക്കുക. ഫോർ എക്സാമ്പിൾ ആംഗുലർ ആദ്യം പഠിക്കുക. ആംഗുലർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആംഗുലർ ഡെവലപ്പർ ആയിട്ട് ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് കയറാൻ പറ്റും. അങ്ങനെ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സ്വാഭാവികമായിട്ടും അതിന്റെ ബാക്ക് എൻഡ് പർപ്പസിന് വേണ്ടി നിങ്ങൾ നോഡിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നോഡ് പഠിക്കാം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻസിലെ എല്ലാ കമ്പോണൻസും അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ എല്ലാം പഠിക്കണം എന്നുള്ളത് ആവശ്യമുള്ള കാര്യമല്ല. ഇതിലേതെങ്കിലും ഒരു കോമ്പോണന്റ് പഠിക്കുക. ഫോർ എക്സാമ്പിൾ ആംഗുലർ വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് കണ്ടെത്താൻ പറ്റും. ആ ജോലിയിലേക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു അടുത്ത ടെക്നോളജി ആയിട്ടുള്ള ഈ പറഞ്ഞ എക്സ്പ്രസ്സോ നോഡോ ഒക്കെ പഠിച്ച് കരിയറിൽ മുന്നോട്ട് പോകാൻ പറ്റും. സോ വളരെ ലളിതമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് മീൻ സ്റ്റാക്ക് എന്ന് പറഞ്ഞു തരാന്നുള്ള ഈ വീഡിയോ ഉദ്ദേശം. ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലേമാൻ പേഴ്സണലാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ ഇത്തരം വീഡിയോസ് വേണ്ടി നിങ്ങൾക്ക് ഇനിയും വൺ ടീം സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.